പറയൂ ജിൻഡോ പറയൂ. ഇതാ ഞങ്ങളല്ല, നിങ്ങളാണ് അക്രമികൾ, KSU ആണ്, കോൺഗ്രസ് ആണ് അക്രമികൾ എന്നുള്ളതാണ് CPM-ന്റെ പോയിന്റ്. പറയൂ, മറുപടി പറയൂ. ഇനി പറ, ഞാൻ കേക്കട്ടെ. കേരളത്തിലെ പാർട്ടി പൂതലിച്ച അവസ്ഥയിലെത്തി എന്ന് പറയുന്നു. അതായത് ദ്രവിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. SFI CPM-ന്റെ പ്രതിച്ഛായ മോശമാക്കി എന്ന് ഗോവിന്ദൻ, MP ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെ ഖണ്ഡിക്കാൻ ഈ പറഞ്ഞ സജീഷിന് സാധിക്കുമോ? അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? ഞാൻ ചോദിക്കട്ടെ, SFI-യുടെ അഖിലേന്ത്യാ കമ്മിറ്റി നേതാവ് ഹസൻ മുബാറക്ക് ചാലക്കുടിയിലെ SI-നെ തെരുവ് പട്ടിയെ പോലെ തല്ലുമെന്ന് പറഞ്ഞത് ന്യായീകരിക്കാവുന്ന ഒരു മാതൃകയാണോ? കൊയിലാണ്ടി കോളേജിലെ SFI നേതാവ് പ്രസംഗിച്ചതിനെ കുറിച്ച് താങ്കൾ ന്യായീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, സജീഷ് ഈ ചർച്ചയിൽ ന്യായീകരിച്ചു, പക്ഷേ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ആ ആർഷോ പോലും ഇന്നലെ മറ്റൊരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. കൊയിലാണ്ടിയിലെ SFI-യുടെ നേതാവിന്റെ പ്രസംഗം ശരിയായില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഈ ശാസ്ത്രീയ മാർഗത്തിലൂടെ സമര പരിപാടികൾ ആവിഷ്കരിക്കുന്ന കാലാനുസൃതമായ പ്രവർത്തനങ്ങളാണ് SFI കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. എവിടെ ഒരു പ്രിൻസിപ്പളിന് ശവപ്പെട്ടി ഒരുക്കുന്നത്, മറ്റൊരു പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുന്നത്, വേറൊരു പ്രിൻസിപ്പളിന് കുടീരം ഒരുക്കുന്നത്, അതിനെ ഇൻസ്റ്റലേഷൻ ആട്ടുന്ന MA ബേബിയെ പോലുള്ള ആളുകൾ പുകഴ്ത്തിപ്പാടുന്നത്, 21 അധ്യാപകരെ മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അധ്യാപികയുടെ കൈ പിടിച്ച് തിരിക്കുന്നത്, ASF വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുന്ന SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് നിങ്ങൾക്കത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഏത് സർക്കാർ കലാലയത്തിലാണ് ഹോസ്റ്റലിനകത്ത് SFI-യുടെ ആധിപത്യമില്ലാത്തത്, അക്രമമില്ലാത്തത്? അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന്, അതുപോലെ കാര്യവട്ടം ക്യാമ്പസിലെ ഈ അക്രമം നടന്നു എന്ന് പറയുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ സതീഷേ, നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? പൂക്കോട്ട് ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് 3 ദിവസക്കാലം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നതിന് ശേഷം ആ ക്യാമ്പസിൽ ഒരാൾ പോലും മൊഴി പറയാൻ വരാത്ത സാഹചര്യം ഉണ്ടായി. ആര് പറയുന്ന സത്യം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുത്തിരിക്കുന്ന SFI-ക്കാർക്കെതിരെയാ. നിങ്ങൾ പറഞ്ഞ സംയമനം പാലിച്ചു എന്നാ. സംയമനം പാലിക്കുന്ന SFI-ക്കാർക്കെതിരെ എന്തിനാ പിണറായി വിജയന്റെ പോലീസ് KSU-ക്കാരെ തല്ലി എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത്? എന്താ എന്റെ ഉദ്ദേശം? പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ രക്ഷാപ്രവർത്തനം എന്ന്, അവര് മറ്റേ വോളണ്ടിയേഴ്സ് ആണെന്ന്, മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസാണ് നടത്തുന്നത്, പക്ഷെ DYFI ആണെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷന് കാവല് SFI ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് അതൊന്നും നേരമില്ലേ? അതോ DGP-യെ പോലുള്ള ആളുകൾ മറ്റേ വ്യാജ രേഖയുണ്ടാക്കി ഭൂമി കച്ചവടത്തിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണോ SFI പോലീസ് സ്റ്റേഷന് കാവൽ നിൽക്കാൻ പോകുന്നത്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതൊന്നും ശരിയായ ആർഗ്യുമെന്റ് അല്ല. ഇനി രണ്ടാമത് നിങ്ങൾ കൊയിലാണ്ടി കേസിനെ കുറിച്ച് പറയുന്നു. ഈ പോലീസിന്റെ കയ്യിൽ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലല്ലേ പോലീസിന്റെ ഭരണം ഇരിക്കുന്നത്? ആ പ്രിൻസിപ്പാൾ ചെവിക്കല്ലടിച്ച് വിട്ട ആ ദൃശ്യങ്ങളും കൂടി ഒന്ന് പുറത്തു വിടുന്നേ. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും കൂടി മറ്റേ വണ്ടി കയറി പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ആ CCTV ദൃശ്യങ്ങൾ കാണുന്നില്ല. പ്രിൻസിപ്പാൾ SFI-ക്കാരെ ചെവിക്കല്ലടിച്ച് പൊട്ടിയ CCTV കാണുന്നില്ല. ഈ CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പണ്ടും പ്രശ്നമാണ്. ലൈഫ് മിഷൻ കേസിനെ കുറിച്ചുള്ള അന്വേഷണം വന്നപ്പോ സെക്രട്ടേറിയറ്റിലെ CCTV-യിൽ പിടുത്തമൊക്കെ ഉണ്ടായത് നമുക്കറിയാലോ. അതൊക്കെ വേറെ കാര്യം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവിടെ നിൽക്കട്ടെ, ഇവിടെ SFI നേതാവിന്റെ പ്രസംഗം തെറ്റായിപ്പോയി എന്ന് SFI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് സജീഷിന് അത് മനസ്സിലാകുന്നില്ല? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളെ തല്ലിയും വശമതരാക്കിയും ഒക്കെ ജയിക്കുന്നതിനെ ജയമെന്ന് പറയല്ലേ. ലൈറ്റ് ഓഫ് ചെയ്ത് ജയിക്കുന്നതല്ല ജയം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.